ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐട്രേഷൻസ് ഇൻ ജാവയാണ്. ജാവയിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഐട്രേഷൻസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫോർ ലൂപ്പ്, സെക്കൻഡ് വൺ ഈസ് വൈൽ ലൂപ്പ് ആൻഡ് തേർഡ് വൺ ഈസ് ഡു വൈൽ ലൂപ്പ്. നമ്മൾ ഇന്നൊരു പ്രോഗ്രാം വെച്ച് അത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം. ശരിക്കും ഐട്രേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കോഡ് n നമ്പർ ഓഫ് ടൈംസ്, അതായത് യൂസർ ഡിഫൈൻ ചെയ്യുന്ന ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാനാണ് ഐട്രേഷൻസ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു സിമ്പിൾ പ്രോഗ്രാം വെച്ചൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ അതിനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് പബ്ലിക് ക്ലാസ് ഐട്രേഷൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നു. കാര്യം മെയിൻ പ്രോഗ്രാമാണ് ആദ്യം റൺ ചെയ്യുന്നത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. നമ്മൾ എന്നിട്ട് പാരാമീറ്റർ കൊടുക്കുന്നു സ്ട്രിങ് ആർഗ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ആണ് നമ്മൾ ഫോർ ലൂപ്പാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഫോർ, അത് നമ്മൾ ഇൻറ്റ് ഐ ഈക്വൽ ടു 0 കൊടുക്കുന്നു, ഐ ലെസ് ദാൻ 10 കൊടുക്കുന്നു, പിന്നെ ഐ പ്ലസ് പ്ലസ് കൊടുക്കുന്നു. ഇതാണ് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഈ ഫോർ ലൂപ്പിൻ്റെ ഈ ബോഡിയുടെ ഉള്ളിൽ, അതായത് നമ്മൾ ഇവിടെ എന്ത് എഴുതിയാലും അത് 10 ടൈംസ് എക്സിക്യൂട്ട് ആവും ഇതിൽ. അതായത് നമ്മളിവിടെ ഐ 0 തൊട്ട് 10 ടൈംസ് വരെ. അതായത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് കൊടുക്കാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ln വാല്യൂ ഓഫ് ഐ ഈസ് ഐ എന്ന് പറഞ്ഞ് പ്രിൻ്റ് കൊടുത്ത് ഇനി നമുക്കിത് സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ജാവ സി iterations dot java iterations. അപ്പോൾ നമുക്ക് കാണാം വാല്യൂ ഓഫ് ഐ ഈസ് ഈക്വൽ ടു 0 തൊട്ട് 9 വരെ പ്രിൻ്റ് ആയി. ഇതെങ്ങനെയാണ് റൺ ആവണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇവിടെ ഫോർവേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഐയുടെ വാല്യൂ 0 ആണ്. നമ്മളിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഐ എന്ന് പറയുന്നത് ഇൻറ്റിജർ, അതിൻ്റെ വാല്യൂ ആദ്യം 0 ആണ്. പിന്നെ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ അതായത് ഐയുടെ വാല്യൂ 10-നെക്കാട്ടും ചെറുതാണെന്ന് ഇവിടെ ചെക്ക് ചെയ്യും. അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ആവും. പിന്നെ ഇതെന്ന് വെച്ചാൽ ഫോർ ലൂപ്പിൻ്റെ എൻഡിൽ എത്തുമ്പോൾ, അതായത് ക്ലോസിംഗ് പാരാമീറ്റേഴ്സിൽ എത്തുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ചെന്നിട്ട് ഐ ഇൻക്രിമെൻ്റ് ആവും. ഇവിടെ ആദ്യം ഇപ്പോൾ ഐയുടെ വാല്യൂ 0 വരുന്നല്ലോ, അതിപ്പോൾ ഇൻക്രിമെൻ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഐയുടെ വാല്യൂ 1 ആയി. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ 10 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ പിന്നെയും ഇത് എക്സിക്യൂട്ട് ആവും. എന്നിട്ട് പിന്നെ ഈ എൻഡിൽ എത്തുമ്പോൾ എന്ന് വെച്ചാൽ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ 2 ഐയുടെ വാല്യൂ 2 ലെസ് ദാൻ 10 ട്രൂ ആയതുകൊണ്ട് ഈ സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ക്ലോസിംഗിൽ എത്തുമ്പോൾ ഐയുടെ വാല്യൂ പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്യും. അങ്ങനെ ഇതിങ്ങനെ റൺ ചെയ്ത് പോകും. ലാസ്റ്റ് ഐയുടെ വാല്യൂ 10 ആകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ 9 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്ത് 10 ആവും. 10 ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ 10 ലെസ് ദാൻ 10 കണ്ടീഷൻ ഫോൾസ് ആയി. അങ്ങനെ ഈ ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഇത്രേ ഉള്ളൂ ഫോർ ലൂപ്പ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്കിതിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റും നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫോഴ്സ്ഫുള്ളി ആയിട്ട് ഈ ഐട്രേഷൻ എക്സിറ്റ് ആവണം. അതിനാണ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിവിടെ ഇഫ് ഐ ഈക്വൽ ടു 5 കൊടുത്ത്, എന്നിട്ട് ഞാനിവിടെ ഒരു ബ്രേക്ക് കൊടുത്ത് ഇനി ഞാനിതൊന്ന് റൺ ചെയ്ത് കാണിക്കും. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഐയുടെ വാല്യൂ 5 ആകുമ്പോൾ ഇത് ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. പിന്നെ ബാക്കിയുള്ള റിമൈനിങ് വാല്യൂസ്, അതായത് ഐയുടെ വാല്യൂ 6, 7, 8, 9, 10 അതിലൊന്നും എക്സിക്യൂട്ട് ആകത്തില്ല. ഞാൻ കാണിച്ചു തരാം, റൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ട നിങ്ങൾക്ക് ഇവിടെ കാണാം ഐയുടെ വാല്യൂ 5 വരെ അത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. ഐയുടെ വാല്യൂ 5 ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ആവും. പിന്നെ ഈ ഫോർ ലൂപ്പിലുള്ള കാര്യങ്ങളൊന്നും അത് എക്സിക്യൂട്ട് ആകത്തില്ല. നേരെ ഈ ഫോറിന് പുറത്തെത്തും, അതായത് ഇവിടെ എത്തും, ഈ എക്സിക്യൂഷൻ ഇവിടെ എത്തും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതേസമയം കണ്ടിന്യൂ ആണ് ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ എന്താ സമയം വെച്ചാൽ കണ്ടിന്യൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഐയുടെ വാല്യൂ 5-ന് എന്താ സംഭവിക്കുന്നത്, ഐയുടെ വാല്യൂ 5 എത്തുമ്പോൾ ഈ റിമൈനിങ്, അതായത് ഫോർ ലൂപ്പിന് റിമൈനിങ് പാർട്ട് എക്സിക്യൂട്ട് ആകത്തില്ല. പക്ഷേ നേരെ ഇത് ഈ ഫോർ ലൂപ്പിൻ്റെ എൻഡിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് എന്നിട്ട് കണ്ടിന്യൂ, ബാക്കിയുള്ള ഐയുടെ വാല്യൂ 6, 7 ഇതെല്ലാം ഫോർ ലൂപ്പിലുള്ള കോഡ് കണ്ടിന്യൂ ചെയ്യും. നമുക്കത് റൺ ചെയ്ത് കാണിക്കാം. കാര്യം ഐയുടെ വാല്യൂ 5 എന്നുള്ളത് പ്രിൻ്റ് ആവത്തില്ല, ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ പ്രിൻ്റ് ആവും. ഞാനിവിടെ റൺ ചെയ്ത് കാണിക്കാം. അതായത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 5 എത്തുമ്പോൾ ഇത് ബ്രേക്ക് ആവും. അതായത് പെർമനൻറ്റ് ബ്രേക്ക് അല്ല, ഫോർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകത്തില്ല. ഈ ഫോർ ലൂപ്പിൻ്റെ എൻഡ് കോഡിലെത്തും, അത് എൻഡ് ലൈനിലെത്തും. അത് കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളതെല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകും. ഇവിടെ റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഐയുടെ വാല്യൂ 5 ഇവിടെ പ്രിൻ്റ് ആകത്തില്ല, ബാക്കിയെല്ലാം അതുപോലെ തന്നെ പ്രിൻ്റ് ആവും.
അതാണ് 0 1 2 3 4 5 ഇല്ല. 5 കാര്യം 5 എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഫോർ ലൂപ്പിൻ്റെ എൻഡിലെത്തും. എന്നിട്ട് നമ്മൾ ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യും, ബാക്കിയെല്ലാം സെയിം ആയിട്ട് പ്രിൻറ്റ് ചെയ്യും. കാരണം ഇവിടെ 5 മാത്രമില്ല. ഇത്രയുള്ള കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ ഫോർ ലൂപ്പ് ഇത്രയുള്ളൂ. നമുക്ക് ഇനി വൈൽ ലൂപ്പ് നോക്കാം. വൈൽ ലൂപ്പ് ഇതുപോലെ തന്നെ സിമിലർ ആണ്, സെയിം പോലെ തന്നെയാണ്. അതായത് ഒരു സെറ്റ് ഓഫ് കോഡ്സ് n ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂ വൈൽ എന്ന് പറഞ്ഞ ബ്രേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂ അതുപോലെ തന്നെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി വൈൽ ലൂപ്പ് നോക്കാം. നമ്മൾ അതിനു വേണ്ടി ആദ്യം തന്നെ ഇൻറ്റ് ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 0യിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നു. വൈൽ ലൂപ്പിൽ നമുക്ക് ഇൻക്രിമെൻറ്റും ഇതൊന്നുമില്ല. കാര്യം ഫോർ ലൂപ്പിൽ പോയിട്ട് സ്റ്റാർട്ടിംഗ് വാല്യൂ ഇൻഡെക്സ് സ്റ്റാർട്ടിംഗ് വാല്യൂയും അതുപോലെ തന്നെ ഇൻക്രിമെൻ്റ് ഒന്നും കോഡിൽ തന്നെ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കോൾ ചെയ്യണം. അതായത് വൈൽ ലൂപ്പിൽ ആകെ കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ. ഐ ലെസ് ദാൻ 10 എന്ന് മാത്രമേ ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. കണ്ടീഷൻ മാത്രമേ നമുക്ക് അവിടെ എഴുതാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പുറത്ത് എഴുതേണ്ടി വരും. കോഡിന് വൈൽ ലൂപ്പിന് പുറത്ത് ഉള്ളിൽ എഴുതേണ്ടി വരും. നമ്മളിവിടെ നേരത്തെ പോലെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എല്ലാം കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഐ പ്രിൻറ്റ് ചെയ്യുന്നു. ഞാനിവിടെ റൺ ചെയ്ത് കാണിക്കാം. സോറി, ഇതാണ് ഇൻഫിനിറ്റ് ലൂപ്പായി. ഇപ്പോൾ കാര്യം നമ്മളിവിടെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടില്ല. ഐയുടെ വാല്യൂ മൊത്തം 0 ആണ് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഐയുടെ വാല്യൂ നമ്മൾ i=i+1 എന്ന് കൊടുക്കണം. എന്നിട്ട് റൺ ചെയ്യണം. ഇത് ഇൻഫിനിറ്റ് ലൂപ്പായിപ്പോയി. നമ്മളത് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി കമാൻഡ് പ്രോംപ്റ്റ് ഓൺ ആക്കുന്നു. ജാവ സി ഇവിടെ നമ്മൾ സെമിക്കോളൻ ഇടാൻ മറന്നുപോയി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 0 1 2 3 4 5 6 7 8 9. അതായത് ഫോർ ലൂപ്പ് പോലെ തന്നെ ഇത് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇത്രയുള്ള വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ഒരു ഡു വൈൽ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡു വൈൽ ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വൈൽ ലൂപ്പ് തന്നെയാണ് ആക്ച്വലി. പക്ഷേ അതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഐയുടെ വാല്യൂ ഇവിടെ 0 കൊടുത്തിട്ട് നമ്മളൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. കാര്യം ഒന്നും തന്നെ പ്രിൻ്റ് ആവത്തില്ല. കാര്യം ഇവിടെ നിന്ന് വെച്ചാൽ ഐയുടെ വാല്യൂ 0 ആണ്. 0 ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഫോൾസ് കണ്ടീഷൻ. അതുകൊണ്ട് ഈ വൈൽ ലൂപ്പിലുള്ള കാര്യം ഒന്നും തന്നെ എക്സിക്യൂട്ട് ആവത്തില്ല. ഡു വൈൽ ലൂപ്പിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ പോലും ഈ കോഡിനുള്ളിലേക്കുള്ള കാര്യങ്ങൾ മിനിമം ഒരു ടൈമെങ്കിലും അത് എക്സിക്യൂട്ട് ആവും. അത് ഗ്യാരണ്ടീഡ് ആണ്. അതിലെന്ന് വെച്ചാൽ ഈ വൈൽ ലൂപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 0 ടൈംസ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ആയി. കാര്യം ഇതിപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ 0 ടൈംസ് ആയിരിക്കും എക്സിക്യൂട്ട് ആവണം. പക്ഷേ ഡു വൈൽ ലൂപ്പ് എന്ന് വെച്ചാൽ മിനിമം അത് എങ്ങനെ വന്നാലും കണ്ടീഷൻ ഫോൾസ് ആയാലും ട്രൂ ആയാലും മിനിമം ഒരു ടൈം എക്സിക്യൂട്ട് ആവും. അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്ന സാധനം ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വൈൽ ലൂപ്പ് എന്ന് പറയുന്ന സാധനം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ വൈൽ ലൂപ്പിൻ്റെ എൻഡിൽ കൊണ്ടുപോയി അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ടൊരു സെമിക്കോളം കൊടുക്കുക. എന്നിട്ട് ഈ സ്റ്റാർട്ടിങ്ങിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡു ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ ഡു വൈൽ ലൂപ്പിൽ. നമ്മൾ ഇനി സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് കാണിക്കാം. കണ്ട 0 എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യിക്കുക. നേരത്തെ നമ്മൾ വൈൽ ലൂപ്പിലാണെങ്കിൽ അത് 0 വന്നപ്പോൾ ഒന്നും തന്നെ പ്രിൻ്റ് ചെയ്തില്ല. കാര്യം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അത് ഉള്ളിലുള്ള കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഡു സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യത്തുള്ളൂ. ഇതിലെന്ന് വെച്ചാൽ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ മിനിമം ഒരു ടൈം എക്സിക്യൂട്ട് ആവും. നമ്മൾ ഈ 0 എന്ന് മാറ്റി അത് 10 കൊടുത്തു കഴിഞ്ഞാൽ അത് സാധാ വൈൽ ലൂപ്പ് പോലെ തന്നെ പ്രിൻ്റ് ആകും. കാര്യം നോക്കിക്കോ 0 തൊട്ട് 9 വരെ എല്ലാം തന്നെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ ജാവയിലെ ഐട്രേഷൻസ് എന്ന് പറയുന്നത്.